പുതിയ വീട്ടിൽ തറവാട് കുടുംബ സംഗമം ഇബ്രാഹിം വെങ്ങര ഉദ്ഘാടനം ചെയ്തു. ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. പ്രശസ്തമായ പുതിയ വീട്ടിൽ തറവാട് കുടുംബസംഗമം തളിപ്പറമ്പ് ഇൻഡോർ പാർക്കിൽ നടന്നു. ഷെറിയ ഇസ്മായിൽ ആൻഡ് ടീമിൻ്റെ സ്വാഗതഗാനത്തോടെയാണ് സംഗമ പരിപാടി ആരംഭിച്ചത്. സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരി ഇബ്രാഹിം വെങ്ങര കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമാകുന്നത്. കുടുംബം എന്നത് കൂടുമ്പോൾ ഇമ്പമാകുന്നതാണ്. ഇത്രയും ജനങ്ങൾ പരസ്പരം കൂടുമ്പോൾ നമ്മുടെ കിട്ടുന്ന ഇമ്പം എത്രമാത്രമാണെന്ന് ഊഹിക്കാൻ സാധിക്കും. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ആൾക്കാരുണ്ടാവുന്നത്. ഇതൊരു മഹാ അത്ഭുതമായിട്ട്. സംഘാടക സമിതി കൺവീനർ PV അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കോങ്ങായി മുഖ്യാതിഥിയായി. ഉപഹാര സമർപ്പണവും നടത്തി. ബത്താലി ഉമ്മർ അവர்களுടെ സ്മരണക്കായി മക്കൾ സ്പോൺസർ ചെയ്ത ഉപഹാരങ്ങൾ മുതിർന്ന അംഗങ്ങൾക്ക് നൽകി ചെയർമാൻ PV മൊയ്തീൻകുട്ടി ആദരിച്ചു. മുഹമ്മദ് അഷ്റഫ് PV സ്വാഗതവും തറവാട് ചരിത്രവും അവതരിപ്പിച്ചു. PV ഇബ്രാഹിം ഞെക്ലി സന്ദേശം നൽകി. ജബ്ബാർ അഹമ്മദ് മാതമംഗലം, PV അബ്ദുൽ ഷുക്കൂർ കോരമ്പീടിയ, PV മുത്തലിബ് ഞെക്ലി എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ശ്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ 2016 മുതൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് എവിടെ എത്തിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്പം ഇത് പിന്നെയും ഒരു എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ആൾക്കാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ അവർക്കൊക്കെ വലിയൊരു ഉത്സാഹം ഇങ്ങനെ വേണമെന്നില്ല. അപ്പോൾ ആ ഒരു ഊർജ്ജമാണ് നമ്മുടെ കാരണവരുണ്ട് ഇബ്രാഹിം വെങ്ങര, പ്രശസ്ത നാടകാചാര്യൻ ഇബ്രാഹിം വെങ്ങര എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെയും കൂടെ ഒരു സമ്മർദ്ദം ഇതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ ഇവർ രണ്ടാളും ഇത് കുഞ്ഞേരിക്കാക്ക എന്ന് പറയും. ഞങ്ങൾ കുഞ്ഞേരിക്ക നമ്മളെ സ്നേഹപൂർവ്വം കുഞ്ഞേരിക്കാക്ക എന്നാണ് വിളിക്കുന്നത്. മൊയ്തീൻകുട്ടി എന്നാണ് പേര്. ഇത് അബ്ദുൽ ഗഫൂർ മുട്ടം, നമ്മുടെ മലബാറിൽ അറിയപ്പെടുന്നൊരു ഗായകൻ കൂടിയാണ്. ഇവർ രണ്ടാളാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുക്കാൻ എന്ന് പറയുന്നത് ഇവരാണ്. കൂട്ടത്തിൽ ഞാനും ഉണ്ടെന്ന് മാത്രം. ഞാൻ ഇവരെ ഇളയാളാണ്. അങ്ങനെയാണ് നമുക്ക് എന്തായാലും ഇതിന് ഇറങ്ങാം എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ തുടങ്ങുമ്പോൾ നമ്മൾ ഇത്രയും ആൾക്കാരെ പ്രതീക്ഷിച്ചില്ല. കുറച്ച് ഞങ്ങളുടെ താഴ്വഴിയിൽ ആൾക്കാരെ മാത്രം പങ്കെടുപ്പിച്ച് 200-150 ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു സംഗമം നടത്തണമെന്നായിരുന്നു ഉദ്ദേശം. പക്ഷേ അത് നമ്മൾ വേരുകൾ അന്വേഷിച്ച് ഓരോരോ ഭാഗങ്ങളിലും 2 മാസം ചിലവഴിച്ചിട്ട് ഇങ്ങനെ പോയി അവരെ കണ്ടെത്തി, അവരോട് പരിചയം പുതുക്കി, ബന്ധുത്വം പുതുക്കി, അങ്ങനെയൊക്കെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചു. അത് അവരെല്ലാവരും വളരെ ആവേശപൂർവ്വം സ്വീകരിച്ചു. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത്. PV മുസ്തഫ, ഹംസ പനങ്ങാട്, മുസ്തഫ ഉമ്പിച്ചി, അലി അഷ്റഫ് മടക്കാട് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നിഷാന്ത് വെങ്ങര നന്ദിയും പറഞ്ഞു. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. 900ഓളം പേർ സംഗമത്തിൽ പങ്കെടുത്തു. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി തളിപ്പറമ്പിൽ നിന്നും T ബാബു, പഴയങ്ങാടി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.